CPM നേതാവ് പി കെ ശ്രീമതിക്കെതിരെ വ്യാജ വാർത്ത നൽകിയ കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലക്കോട് സൈബർ പോലീസ് പി കെ ശ്രീമതിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇത് അന്വേഷണ ചുമതലയുള്ള IG-ക്ക് കൈമാറും. CK വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. വിജയൻ, ഓൺലൈൻ മാധ്യമങ്ങളിലാണ് പി കെ ശ്രീമതിക്കെതിരെയുള്ള വ്യാജ വാർത്ത വന്നത്. ഇതിന്റെ ഉറവിടമാണോ അന്വേഷിക്കുന്നത് ഇപ്പോൾ? ഉറവിടം ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ബോധപൂർവമായി തന്നെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയും രാഷ്ട്രീയമായും ഉപയോഗിക്കുന്നതാണ് എന്നതുൾപ്പെടെയുള്ള രീതിയിലേക്കാണ് കേസ് പോയിട്ടുള്ളത്. മാനനഷ്ട കേസ് ഇന്ന് അധികം വൈകാതെ തന്നെ ഫയൽ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഉറവിടം മാത്രമല്ല, ഇത് പ്രസിദ്ധീകരിച്ച ഈ കണ്ണൂരിലുള്ള സുദിനം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ അടക്കം ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കർമ്മ ന്യൂസ്, അതോടൊപ്പം തന്നെ ജനം TV, ഈ 3 മാധ്യമങ്ങളെയാണ് ഇപ്പോൾ പൂർണ്ണമായും എടുത്തു പറഞ്ഞുകൊണ്ട് വക്കീൽ നോട്ടീസ് മാനനഷ്ട കേസ് അയക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടെയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആലക്കോട് സൈബർ സെല്ലിൽ നിന്നും പി കെ ശ്രീമതിയുടെ മൊഴിയെടുക്കുന്നത്. ആ മൊഴിയെടുക്കുന്നതിന് സമാന്തരമായി തന്നെ അവർ വ്യക്തിപരമായി കോടതിയെ സമീപിക്കുകയാണ്. അങ്ങനെ 2 രീതിയിലും ഈ കേസിൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ് അവർ. ഏതായാലും വളരെ ഗൗരവമേറിയ ഒരു വിഷയമായി പി കെ ശ്രീമതിയും അതോടൊപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും CPM-ഉം ഈ കേസ് ഏറ്റെടുത്തിട്ടാണ് ഉള്ളത്.